ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരു അപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഡിജിറ്റലാക്കി മാറ്റാം എന്നതായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സാധാരണ ഒരു ബ്രോഷർ അത് എങ്ങനെ ഒരു ഡിജിറ്റലാക്കി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ഒരു സാമ്പിൾ ഉണ്ട്. ആ സാമ്പിൾ ഒന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് നോക്കിയ ശേഷം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഡിജിറ്റൽ ബ്രോഷറിൻ്റെ ഒരു സാമ്പിൾ. നോക്കിക്കോളൂ, വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി. ഇനി വേണമെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പോകണമെങ്കിൽ താഴെ നിന്ന് സെക്കൻഡ് പേജിൽ നിന്ന് ഡ്രാഗ് ചെയ്ത ശേഷം ഫേസ്ബുക്കിൻ്റെ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതാ ഫേസ്ബുക്ക് പേജിൽ കയറി അവരുടെ ഫേസ്ബുക്ക് പേജ് നോക്കാൻ പറ്റും. ഇനി ഡയറക്റ്റ് അവൻ്റെ ഇൻസ്റ്റാ പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ കയറി. ഇനി ക്ലയൻറ്റിനൊന്ന് ചാറ്റ് ചെയ്യണം പറഞ്ഞാൽ വാട്സാപ്പിൽ നമുക്ക് പോവാം. വാട്സാപ്പ് എങ്ങനെ നോക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ വാട്സാപ്പ് ചാറ്റ് ബോക്സിൽ തന്നെ പോയി. ഇനി ലൊക്കേഷൻ അറിയണമെങ്കിൽ അഡ്രസ് ബാറിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഗൂഗിൾ മാപ്പിൽ അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ കറക്റ്റായിട്ട് ഡയറക്ഷൻ നോക്കി കാണിക്കാം. ഇനി അവരെ കോൾ ചെയ്യണമെങ്കിൽ അവരെ കോൾ ഡയലർ നമ്മുടെ ഫോണിൽ തന്നെ വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്ന് നോക്കിക്കോളി, ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഡയലറിൽ തന്നെ അവരുടെ നമ്പർ വന്നിട്ടുണ്ടാവും. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ആഡ് കോൺടാക്റ്റ് കൊടുത്ത് സേവ് ചെയ്യാം. ഇതുപോലെ നിങ്ങളുടെ ബ്രോഷറും ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കാണുന്ന 2 JPG ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡിജിറ്റൽ ബ്രോഷർ. അതിൻ്റെ PDF ഫോർമാറ്റാണിത്. ജസ്റ്റ് അതിൽ ഓപ്പൺ വിത്ത് Acrobat DC അതിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് സ്ക്രീൻ കൊടുക്കുക, പ്രിപ്പയർ ടു ഫോം കൊടുക്കുക, ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റബിൾ ഫോർമാറ്റിൽ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ആവശ്യം നോർമലി അതിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടൺ മാത്രമാണ്. ആൾറെഡി ഇതിലൊരു ബട്ടൺ ഉണ്ട്, നമ്മളിതല്ലേ സെലക്ട് ഓക്കെ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓപ്ഷനൊക്കെ ഉണ്ടാവും. പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതിൻ്റെ കളറൊക്കെ നമുക്ക് നൺ ചെയ്യാൻ പറ്റും. ഓഫ് ആക്കി വെച്ചത് ആ കളർ നമ്മൾ നമുക്ക് നൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇതിന് നമ്മൾ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് പറയാം. അതായത് പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ കേഴ്സർ കാണിക്കും. നോർമലി നമ്മൾ PC യിലാണ് ഈ ബ്രോഷർ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്ന ലിങ്ക് എന്താണോ അത് വർക്കൗട്ട് ആവും. പക്ഷെ മൊബൈലിൽ നോർമലി നമ്മൾ ഈ ബ്രോഷറും ഇതൊക്കെ ക്ലയൻറ്റിൻ്റെ മൊബൈലിലായിരിക്കും നമ്മൾ വാട്സാപ്പ് ചെയ്ത് കൊടുക്കാറ്. അവർ മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ലിങ്കൊന്നും വർക്കാവില്ല. പിന്നെ നമ്മൾ ചെയ്തതിന് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ലിങ്ക് നമുക്കിത് ആവശ്യമില്ല. ഈ വർക്കിന് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായി ഫയലിൽ പോയിട്ട് ജസ്റ്റ് ക്രിയേറ്റ് PDF ഫയൽ ഒന്നുകൂടി ജസ്റ്റ് ഒരു ഡെമോ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത ഓപ്പൺ കൊടുക്കുക ഫയൽ JPG ഫയൽ. എന്നിട്ട് എഡിറ്റ് PDF നമ്മൾ പ്രിപ്പയർഡ് ഫോം ഇവിടെയുള്ളത് മുകളിൽ രണ്ടാമതായിട്ട് എഡിറ്റ് PDF എന്ന ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്നില്ലേ, ഇതിൽ നിറയെ ഓപ്ഷൻ കാണാം. അത് ഇതിൽ ലിങ്ക് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. ഇതിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. ആഡ് എഡിറ്റ് വെബ് ആ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഒരു ബോക്സ് നമ്മൾ ആ ഹൈപ്പർ ലിങ്കിനുള്ള ആ ബോക്സാണ് കണ്ടില്ലേ, ക്രിയേറ്റ് ലിങ്ക്. അതിന് നോർമലി ഓപ്പൺ എ വെബ് പേജിൽ നിന്ന് കടക്കാം. അത് തന്നെയാണ് നമുക്ക് ആവശ്യം. ഗോ ടു പേജ് വ്യൂ എന്നൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ കടക്കുകയാണെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്പൺ എ വെബ് പേജിലേക്ക് കൊടുത്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള ലിങ്ക് കൊടുക്കുക. ജസ്റ്റ് ഞാൻ ഒരു സാമ്പിളിന് www.myweb.com എന്ന ലിങ്ക് കൊടുത്ത് ഒരു ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ലിങ്കിനെ നമ്മൾ ജസ്റ്റ് Ctrl+C അടിച്ച് കോപ്പി ചെയ്ത ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പേജ് പഴയ പേജിലേക്ക് വന്നിട്ട് പേസ്റ്റ് Ctrl+V കൊടുത്താൽ ആ വെബ് ലിങ്ക് അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആവശ്യമുള്ള വെബ്സൈറ്റിൻ്റെ ആ ഭാഗത്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത ശേഷം പ്രോപ്പർട്ടീസിൽ പോയി ആക്ഷൻസിൽ പോവുക. അതിൽ ക്രിയേറ്റ് മെനു ഐറ്റം കൊടുത്തിട്ടുണ്ടാവും. ഓപ്പൺ എ വെബ് ലിങ്ക് myweb.com ഞാൻ കൊടുത്തത് കാണുന്നില്ല. അത് എഡിറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് എഡിറ്റ് കൊടുക്കാം. എഡിറ്റ് കൊടുത്തതിന് നമുക്ക് ക്ലയൻറ്റിൻ്റെ ആവശ്യമുള്ള ആ വെബ്സൈറ്റിൻ്റെ ഇത് പോവുക. ആ വെബിൻ്റെ URL ഒന്ന് കോപ്പി ചെയ്ത ശേഷം നമ്മൾ ഈ പറഞ്ഞതിലേക്ക് പേസ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുത്ത്
ഇവിടെ ജസ്റ്റ് ഒരു ഓക്കെ കൊടുക്കുക. പ്രിവ്യൂ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ മുന്നേ കണ്ട കേഴ്സറിനെക്കാളും ചെറിയൊരു വ്യത്യാസം, ഒരു W എന്നൊന്ന് അഡീഷണൽ കാണാം. ഇതാണ് ഹൈപ്പർ ലിങ്ക്. ഈ ലിങ്ക് വന്നാൽ മാത്രമേ മൊബൈലിൽ നമുക്ക് വർക്ക് ആവുള്ളൂ. ഞാൻ മുന്നേ കാണിച്ച മൊബൈലിൽ 1 by 1 ആയിട്ട് കാണിച്ച അതുപോലെ വർക്കാണെങ്കിൽ ഈ ഫോർമാറ്റിൽ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ആ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ PDF നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഇനി ആ PDFന്റെ ആവശ്യമില്ല. ജസ്റ്റ് നോ കൊടുക്കുക. ആ ലിങ്ക് തന്നെ കോപ്പി ചെയ്ത ശേഷം രണ്ടാമത്തെ പേജിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അതിൻ്റേതായ വലിപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സിലും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. കോൺടാക്ട് നമ്പറിലും അതേ ബോക്സ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് സോഷ്യൽ മീഡിയേൻ്റെ നമ്മുടെ ഒറിജിനൽ ലിങ്ക് അതിൽ 1 by 1 ആയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അഡ്രസ് ബാറിലും നമുക്ക് അതേപോലെ ഗൂഗിളിൽ ഉള്ള നമ്മുടെ അഡ്രസ് ലൊക്കേഷൻ ഉണ്ടോ അത് കോപ്പി ചെയ്ത ശേഷം അതിൽ അപ്ലൈ ചെയ്യുക. കോൺടാക്ട് നമ്പർ കറക്റ്റായിട്ടുള്ളത് 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. കാർഡിൽ ഇവിടെ എല്ലാം ബട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിലിപ്പോൾ ജസ്റ്റ് സാമ്പിളാണ്. ഇമെയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഗൂഗിളിൽ വരുന്ന പോലെ. അതേപോലെ ഈ ഡോറ് ജസ്റ്റ് ഓരോ ഡോറിനും നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഡോറിൻ്റെ ഇമേജ് ഇതിലുണ്ട്. ആ ഡോറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും വെബിലോ വേറെ ഏതെങ്കിലും ബ്രോഷർ വെബിൽ ആൾറെഡി നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ ഈ ഹാർഡ്വെയറിൻ്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രോഷർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.